UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു നിലതെറ്റിയ സാഹചര്യമാണുള്ളത്. UDF വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിന് ക്ഷതമേൽക്കുന്ന തെറ്റായ പല നിലപാടുകളുമാണ് സ്വീകരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഏതു വിധേനയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF ഇപ്പോ അപകടകരമായ ബാന്ധവങ്ങളിലേക്കാണ് വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് UDF-ലെ പുതിയ ഘടകകക്ഷിയായി മാറിയിട്ടുള്ളത്. ഔപചാരികമായി ഘടകകക്ഷിയായി പ്രഖ്യാപിച്ചോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ മൂന്നാമത്തെ ഘടകകക്ഷിയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എക്കാലവും മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിച്ചത്. RSS-നെ അതിശക്തമായി നമ്മുടെ മതനിരപേക്ഷ സമൂഹം എതിർക്കുന്നത് മതരാഷ്ട്ര നിലപാടിന്റെ പേരിലാണ്. RSS-ന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം. രണ്ടും സമൂഹത്തെ അപകടത്തിലേക്കാണ് നയിക്കുക. ഇരു കൂട്ടരും സമൂഹത്തെ വർഗീയവൽക്കരിക്കാനാണ് പരിശ്രമിക്കുന്നത്. അപ്പോ ഈ വർഗീയ താൽപര്യങ്ങളുമായി UDF ഔപചാരികമായി തന്നെ ബന്ധപ്പെടുകയാണ്, ബാന്ധവത്തിലേർപ്പെടുകയാണ്. ഇപ്പോ പാറശാലയിൽ നിന്നൊരു വാർത്ത വന്നു. അവിടെ RSS-ന്റെ നേതാവായ ബേബി കുമാർ, അദ്ദേഹം RSS-ന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ അവരുടെ പഥസഞ്ചലനത്തിൽ അവരുടെ ഔദ്യോഗിക യൂണിഫോമിൽ നേതൃത്വം കൊടുത്ത മുഴുവൻ സമയ RSS പ്രവർത്തകനാണ്. അദ്ദേഹമാണ് പാറശാലയിൽ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നത്. അപ്പോ RSS-മായി ഇങ്ങനെയുള്ള പ്രാദേശിക നീക്കുപോക്കുകൾ തെക്കൻ കേരളത്തിലുണ്ടാകും. കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നണിയിലെടുത്തു എന്ന നിലയിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്യും. ഇതെല്ലാം മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നടപടികളാണ്. പക്ഷെ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വോട്ടർമാർ ഇത്തരം തെറ്റായ നിലപാടുകളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം. നാടിന്റെ സമാധാന അന്തരീക്ഷം എക്കാലവും നിലനിൽക്കണം. ജനപക്ഷ വികസന കാഴ്ചപ്പാടുകൾ കൂടുതൽ ശക്തിപ്പെടണം. പ്രാദേശിക വികസനം കൂടുതൽ ഊർജിതമാവണം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പൊതുവിൽ മുൻപോട്ട് വെക്കുന്നത്. എനിക്ക് ആമുഖമായി ഇത്രയും പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ രാഷ്ട്രീയ വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമി, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിഷയമാണ്. മറ്റേത് കുറച്ചുകൂടെയൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന, വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഒരു നിലപാട് സ്വീകരിക്കാൻ വൈകുന്നുണ്ടോ എന്ന് സംശയം, അല്ലെങ്കിൽ ആരോപണം, ആശങ്കകളൊക്കെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും. ഈ വിഷയത്തില് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഒന്നിലധികം തവണ പാർട്ടി നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിലൊരു ആശയക്കുഴപ്പമോ അവ്യക്തതയോ ഞങ്ങളുടെ മുൻപിലില്ല. ഇപ്പോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇതിനിപ്പോ ഒരു അഴിമതിയെന്നോ തട്ടിപ്പെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സംഭവമാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ആ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഗോവിന്ദൻ മാഷ് അത് സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. ആരാധനാലയങ്ങളുടെ സ്വത്ത് ആ നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് ആരെങ്കിലും അപഹരിക്കാനോ തട്ടിപ്പ് നടത്താനോ ശ്രമിച്ചാൽ മുഖം നോക്കാതെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുക. അവരെല്ലാം നിയമത്തിന്റെ വഴിയിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും. അത് അഭംഗുരം മുന്നോട്ട് പോകും. ഈ നിലപാടിന്റെ പ്രത്യേകത, ഈ നിലപാട് ഞങ്ങൾക്കേ ഉള്ളൂ. ഇപ്പോ ഗുരുവായൂരമ്പലത്തിലെ തിരുവാഭരണം പോയി. അന്ന് ബഹുമാന്യനായ കരുണാകരനായിരുന്നു, K. കരുണാകരനായിരുന്നു കേരളത്തിന്റെ പ്രസിഡന്റ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുള്ള ദേവസ്വം ബോർഡായിരുന്നു. അതിപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ അന്വേഷണം എവിടെയായി? തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കുറ്റവാളികളെ രക്ഷിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പൊ ശബരിമല വിഷയം വരുന്നു, ആ നിലപാടല്ല. വൈക്കം ക്ഷേത്രം ഉൾപ്പെടെ മറ്റു ക്ഷേത്രങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരുണ്യവും ഉണ്ടാവില്ല. അവർ നിയമാനുസൃത നടപടികൾക്ക് വിധേയരാവണം. ഇപ്പോ നിങ്ങൾ 2 പേരുകളാണ് ഇവിടെ ചോദിച്ചത്. മറ്റു ചില പ്രതികളെ കുറിച്ചുകൂടി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിട്ടുള്ള SITയുടെ അന്വേഷണമാണ്. ഈ അന്വേഷണത്തെ നിയമസഭയിൽ എതിർത്തവരാണ് പ്രതിപക്ഷം. ഇപ്പൊ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അന്ന് ഞാൻ വിചാരിക്കുന്നത് ബഹിഷ്കരിച്ചു എന്നാണ്. സഭ ബഹിഷ്കരിച്ചു, ഇറങ്ങിപ്പോയി. അവരുടെ ആവശ്യം CBI അന്വേഷിക്കണം എന്നായിരുന്നു.
ഈ അന്വേഷണം ശരിയാവില്ല, ഇത് കുറ്റവാളികളെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു.